Dear students, welcome back to Support for Learning Mathematics. ഇന്ന് തേർഡ് ചാപ്റ്റർ ആയ ചാൻസ് ഓർ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്സിന്റെ പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ സെഷനാണ് നടത്തുന്നത്. പ്രോബബിലിറ്റി 10th അവസാനിക്കുന്ന ഒരു ചാപ്റ്റർ അല്ല. ഈ 10th നിങ്ങൾ പഠിക്കുന്ന പ്രോബബിലിറ്റി ആണ് +1 +2. ഇനി അത് കഴിഞ്ഞ് ഡിഗ്രി ലെവലിലേക്കോ മറ്റ് കോഴ്സസിലേക്കോ ഒക്കെ പോകുമ്പോൾ മാത്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് കോഴ്സിൽ ചെന്നാലും പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ഈ 10th പഠിക്കുന്ന പ്രോബബിലിറ്റി തന്നെയാണ്. ആ ചാപ്റ്ററിന്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ആ ചാപ്റ്ററിന്റെ കണ്ടന്റിന്റെ ഒരു ഐഡിയ കിട്ടും. ജൂൺ മാസത്തിലൊക്കെ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലൗഡൊക്കെ വളരെ ക്ലൗഡി ആയിട്ട് കാണും അല്ലെ. അന്നേരം നമ്മൾ എന്ത് പറയും? ഇന്ന് റെയിനി ഡേ ആയിരിക്കും, ചാൻസ് ഉണ്ട്. ആവണോ നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ആ ക്ലൗഡി അറ്റ്മോസ്ഫിയർ ഇങ്ങനെ എന്നിട്ട് ഒരു 9 o'clock 9:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് വളരെ ബ്രൈറ്റ് അറ്റ്മോസ്ഫിയർ അല്ലെ, സണ്ണി ഡേ ആയിട്ട് അങ്ങ് മാറും. അപ്പൊ അവിടെയും ഒരു ചാൻസ് നമ്മൾ പറയുന്നത് അല്ലെ. നമ്മുടെ 8 o'clock നമ്മള് ക്ലൗഡൊക്കെ കണ്ടു, ക്ലൗഡി ഡേ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? ടുഡേ ഈസ് എ റെയിനി ഡേ, എ ചാൻസ് ഈസ് ദെയർ. ചാൻസ് ആണ്, നമുക്ക് ഷുവർട്ടി ഇല്ല. അവിടെ മഴ പെയ്യാം പെയ്യാതിരിക്കാം അല്ലെ. വെതർ ഫോർകാസ്റ്റിംഗ് കണ്ടിട്ടല്ലേ ഷുവർട്ടി പറയുന്നുണ്ടോ? ഇല്ല. ദേ ആർ ആൾസോ ഡിക്ലെയറിംഗ് എ ചാൻസ് ദെയർ, പ്രഡിക്റ്റിംഗ് എവറിത്തിങ് അല്ലെ. അവിടെ എന്താകാം? റെയിനി ഡേ ആകാം, സണ്ണി ഡേ ആവാം. ക്ലൗഡ് കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. വളരെ അങ്ങ് നല്ല ഡാർക്ക് ക്ലൗഡ് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ പറയുന്നത് ചാൻസ് കൂടുതലാണ് അല്ലെ, റെയിനി ഡേക്ക് ചാൻസ് കൂടുതലാണ്. നോട്ട് ഷുവർ, നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ചാൻസുകൾ നമ്മൾ ഇവിടെയും പറഞ്ഞത്. കാരണം നമ്മൾ പറയുന്നത് റെയിനി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആ അറ്റ്മോസ്ഫിയർ ഒക്കെ മാറി വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയി സണ്ണി ഡേ ആയിട്ടത് മാറാൻ. അതുപോലെ തന്നെ നമുക്ക് ക്രിക്കറ്റ് മാച്ചസ്, ആ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് അമ്പയർ വന്ന് 2 ടീംസിന്റെയും ക്യാപ്റ്റൻസിനെ വിളിക്കും അല്ലെ. എന്നിട്ട് കണ്ടല്ലേ ഒരു കോയിൻ അവിടെ ടോസ് ചെയ്യും. എന്തിനാ? ബാറ്റിംഗ് അല്ലെങ്കിൽ ബൗളിംഗ് ഏതാണ് ടീമിന് വേണ്ടതെന്ന് പ്രിഫർ ചെയ്യാൻ. എന്നിട്ട് ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ഹെഡ് പറയും, അടുത്ത ടീമിന്റെ ക്യാപ്റ്റൻ ടെയിൽ പറയും അല്ലെ. ഈ കോയിൻ ടോസ് ചെയ്യുമ്പോൾ is there any surety of getting a head or a tail? ഒരു ഷുവർട്ടി ഇല്ലല്ലോ, ചാൻസ് ആണ് അവിടെ അല്ലെ. കോയിൻ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനും ചാൻസ് ഉണ്ട്, ടെയില് കിട്ടാനും ചാൻസ് ഉണ്ട്. സോ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഓർ എ ടെയിൽ. കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ആയിട്ട് അല്ലെ, അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയില് കിട്ടാം. അവിടെ ഷുവർട്ടി നമുക്ക് പറയാൻ പറ്റില്ല. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഓർ എ ടെയിൽ. അതുപോലെ നമ്മള് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാറില്ലേ അല്ലെ. സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡൈ റോൾ ചെയ്യാറുണ്ട് അല്ലെ. ആ ഡൈ റോൾ ചെയ്യുമ്പോഴും 1 കിട്ടുമോ? നോട്ട് ഷുവർ അല്ലെ. ഡൈ റോൾ ചെയ്യുമ്പോൾ ആ ഡൈ റോൾ ചെയ്യുന്നതിൽ കൂടി നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട് അവിടെ? 1 പോസിബിലിറ്റി ഉണ്ട്, 2, 3, 4, 5 ഓർ 6 അല്ലെ. ഈ 6 നമ്പേഴ്സിനും അവിടെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോ 1 കിട്ടാനുള്ള ചാൻസ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ദർ ഇസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് 1 അല്ലെ. ദർ ഇസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് 2, ദർ ഇസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് 3 or 4 or 5 or getting a chance of 6 അല്ലെ. അവിടെയൊക്കെ നമുക്ക് ചാൻസുകളാണ് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഷുവർ. There are certain possibility of getting these things. Okay. ഇത് ഡൈസിന്റെ കാര്യത്തിൽ. അതുപോലെ നമുക്ക് കലണ്ടേഴ്സ് നമുക്കറിയാലോ, ജാനുവരി, ഫെബ്രുവരി, അങ്ങനെ നമ്മൾ ഡിസംബർ വരെ പോകുന്നത്. ഓരോ മന്ത്സിലും എത്ര ഡേയ്സ് ഉണ്ട് നമ്മൾ കൗണ്ട് ചെയ്യാറുണ്ട് അല്ലെ. ഇങ്ങനെ കൗണ്ട് ചെയ്ത് പഠിച്ചിട്ടില്ലേ? ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇതുവരെ നമ്മൾ പറഞ്ഞതിനകത്തൊക്കെ ചാൻസുകളാണ് പറയുന്നത് അല്ലെ. കോയിൻ ത്രോ ചെയ്തപ്പോൾ അല്ലെങ്കിൽ കോയിൻ ടോസ് ചെയ്തപ്പോൾ ഹെഡ് ഓർ ടെയിൽ ചാൻസ്. നമ്മൾ ക്ലൗഡി അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് പറഞ്ഞു മേ ബി എ റെയിനി ഡേ, മേ ബി ആ പറഞ്ഞത് അല്ലെ, അതിന് ചാൻസ് ആ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മള് ഡൈ റോൾ ചെയ്യുമ്പോൾ എനിക്ക് 1 കിട്ടണം, ഷുവർട്ടി ഉണ്ടോ? നോട്ട് ഷുവർ.
there is a chance of getting 1. ഈ റോൾ ചെയ്യുമ്പോൾ 2 ആയിക്കൂടെ, 3 ആയിക്കൂടെ, 4 ആയിക്കൂടെ, 5 ആയിക്കൂടെ, 6 ആയിക്കൂടെ, അല്ലെ? സോ there is a chance of getting 1. But നിങ്ങൾ ഈ കലണ്ടർ നോക്കി, നമുക്ക് ഓരോ മന്തിലും നമ്പർ ഓഫ് ഡേയ്സ് നമുക്കറിയാം. ഗെറ്റിംഗ് 31 ഡേയ്സ് ഇൻ ദ മന്ത് ഓഫ് ജാനുവരി. ചാൻസ് പറയണോ അവിടെ? ഷുവർ അല്ലേ? ഏത് ഇയറോ ആയിക്കോട്ടെ, ലീപ് ഇയർ ആയിക്കോട്ടെ, ഓർഡിനറി ഇയർ ആയിക്കോട്ടെ, ഏത് ഇയർ ആയാലും ജാനുവരിയിലെ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയായിരിക്കും? 31 ഡേയ്സ് തന്നെയായിരിക്കും, അല്ലെ? ഇറ്റ് ഈസ് ഷുവർ. അവിടെ ചാൻസ് പറയേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ഷുവർ. ഡെഫിനറ്റ്ലി ദ ജാനുവരി മന്ത് വിൽ ബി 31 ഡേയ്സ്. ചാൻസ് പറയേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ഷുവർ ആണ്. ഓക്കെ. അതുപോലെ നമുക്ക് ഫെബ്രുവരി എടുത്തു കഴിഞ്ഞാൽ ഗെറ്റിംഗ് 30 ഡേയ്സ് ഇൻ ഫെബ്രുവരി ചാൻസ് ഉണ്ടോ? എപ്പോഴെങ്കിലും ഫെബ്രുവരിയിൽ 30 ഡേയ്സ് വരുമോ? 29 ഓർ 28 ഉള്ളൂ. 30 ഡേയ്സ് വരില്ലല്ലോ. സോ ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. നെവർ വി വിൽ ഗെറ്റ് 30 ഡേയ്സ് ഇൻ എ ഫെബ്രുവരി മന്ത്. സോ ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. അന്നേരം ജാനുവരിയിലെ 31 ഡേയ്സ് എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് ഈസ് ഷുവർ, അല്ലെ? ഇനി ഫെബ്രുവരിയിലെ 30 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. ജാനുവരിക്ക് നമ്മൾ യെസ് പറയും, ഫെബ്രുവരിയുടെ 30 ഡേയ്സിന് നമ്മൾ നോ പറയും, അല്ലെ? ജാനുവരിയിൽ ഷുവർ ആണ്, അതുകൊണ്ട് നമ്മൾ യെസ് പറഞ്ഞു. ഫെബ്രുവരിയിൽ 30 ഡേയ്സ് പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ഹാപ്പൻ. സോ അവിടെ നമുക്ക് നോ പറയാം. എന്നിട്ട് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതൊക്കെ ചില എക്സ്പെരിമെന്റ്സുകളാണ്, അല്ലെ? നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ്, കാരണം അതിന് ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോബബിലിറ്റി ഒന്ന്, അല്ലെങ്കിൽ നമ്മുടെ ചാൻസ് എന്ന് പറയുന്നതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. അങ്ങനെ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുന്നത്, പ്രോബബിലിറ്റി ഈസ് ദ മെഷർ ഓഫ് ഹാപ്പനിങ് ഓഫ് ആൻ ഈവന്റ് which is associated with a random experiment. അവിടെ ഒരു 2 ന്യൂ ടേംസ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാ? ഒരു ഈവന്റ് എന്ന് പറയുന്ന ടേമും, അല്ലെ, അതുപോലെ ഒരു റാൻഡം എക്സ്പെരിമെന്റ്. റിമൈനിങ് വേർഡ്സ് ഒക്കെ നമുക്ക് അറിയാവുന്ന, അല്ലെ? പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാൻസ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. മെഷർ ചെയ്യാം നമുക്കറിയാവുന്ന, അല്ലെ? ഹാപ്പനിങ്, എവറിഥിങ് ഈസ് ഓക്കെ. ബട്ട് ദർ ആർ 2 ന്യൂ ടേംസ്, വൺ ഈവന്റ് ആൻഡ് അനദർ വൺ റാൻഡം എക്സ്പെരിമെന്റ്. ഈ 2 ടേംസും നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മെഷർമെന്റ് ആണ്, അല്ലെ? ഒരു മെഷറിംഗ് ആണ്. എന്താ മെഷറിംഗ്? ഹാപ്പനിങ് ഓഫ് ആൻ ഈവന്റ് മീൻസ് ഹാപ്പനിങ് ഓഫ് സംതിങ്. നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡ് കിട്ടുന്നു, ചാൻസ് മെഷർ ചെയ്യുക. ടെയില് കിട്ടുന്ന ചാൻസ് മെഷർ ചെയ്യുക. ഡൈ റോൾ ചെയ്യുന്നു, എനിക്ക് 1 കിട്ടണം. ഡൈ റോൾ ചെയ്യുമ്പോൾ 1 കിട്ടുന്നതിന്റെ ചാൻസ് മെഷർ ചെയ്യുക. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് ആണ്. എന്തിന്റെ മെഷർമെന്റ് ആണ്? ഹാപ്പനിങ് ഓഫ് സംതിങ്. ഒരു കാര്യം സംഭവിക്കുന്നതിന്റെ മെഷർമെന്റ് ആണ്. ഇനി വേറൊരു എക്സാമ്പിളിലേക്ക് വരാം. നമുക്ക് നമ്മുടെ റേഷൻ ഷോപ്പിലേക്ക് ഒരു ബോട്ടിലുമായിട്ട് ഒരു കുട്ടി പോവുക, കെറോസിൻ വാങ്ങാൻ. ഞാൻ ബോട്ടിൽ 1 ലിറ്റർ എന്നോ 2 ലിറ്റർ എന്നോ 3 ലിറ്റർ എന്നോ 4 ലിറ്റർ എന്നോ ഒന്നും പറഞ്ഞില്ല, 1 ബോട്ടിൽ എന്നേ പറഞ്ഞു. അന്നേരം ഈ റേഷൻ ഷോപ്പിലേക്ക് 1 ബോട്ടിലുമായിട്ട് ഒരു കുട്ടി ചെല്ലുന്നു കെറോസിൻ വാങ്ങാൻ. സംടൈംസ് ആ ഷോപ്പില് സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് കെറോസിൻ കാണും. അന്നേരം ഈ കുട്ടി കൊണ്ടുവന്ന ബോട്ടിൽ ഫുൾ ആയിട്ട് കെറോസിൻ കൊടുക്കാം. അന്നേരം ഫുൾ ബോട്ടിൽ, അന്നേരം നമ്മൾ എന്താ പറയാം? 1 ബോട്ടിൽ കെറോസിൻ എന്ന് പറയും. ആ 1 ബോട്ടിൽ എന്ന് പറയുന്നത് 2 ലിറ്ററോ 1 ലിറ്ററോ 3 ലിറ്ററോ 4 ലിറ്ററോ 5 ലിറ്ററോ ആയിക്കോട്ടെ. പക്ഷെ 1 ബോട്ടിൽ, 1 ഇൻഡിക്കേറ്റ് ഫുൾ എന്നാണ്, അല്ലെ? റെപ്രസെന്റേറ്റീവ് ആണ്. ന്യൂമറിക്കൽ റെപ്രസെന്റേറ്റീവ് 1 ആണ്. 1 ഫുൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി സംടൈംസ് അവിടെ കെറോസിനെ ഇല്ലായിരുന്നു റേഷൻ ഷോപ്പിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? കുട്ടിക്ക് കെറോസിൻ കിട്ടുമോ? കിട്ടില്ലല്ലോ. അപ്പോ ആ കുട്ടി ആ ബോട്ടിലായിട്ട് തിരിച്ചു പോരേണ്ടി വരും. അപ്പൊ അതിനകത്ത് കെറോസിൻ ഇല്ലല്ലോ, കെറോസിൻ കിട്ടിയില്ല. ന്യൂമറിക്കലി നമുക്ക് എങ്ങനെ പറയാം? 0 എന്ന് പറയാം, അല്ലെ? ഇല്ല, കെറോസിൻ കിട്ടിയില്ല, ന്യൂമറിക്കലി 0 പറയും. ചില എക്സാമിനൊക്കെ ഇപ്പൊ ഓൺലൈൻ എക്സാം നടക്കുകയല്ലേ, അല്ലെ? നമ്മള് 7 o'clock നമ്മള് എക്സാമിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല്, അല്ലെ, നമ്മളിങ്ങനെ റെസ്പോൺസ് നോക്കിയിരിക്കും.
അല്ലെ? നമ്മൾ റെസ്പോൺസ് നോക്കുമ്പോൾ 7-5 അല്ലെങ്കിൽ 7-10 ആകുമ്പോൾ ചില വിദ്വാന്മാര് ആൻസർ സബ്മിറ്റ് ചെയ്യുന്നതാണ്. 7-5 7-10 ആകുമ്പോൾ സബ്മിറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ഈസ് നോട്ട് പ്രിപ്പയർഡ് ദയർ. അവന്റെ സ്കോർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചിലപ്പം ഈ പറയുന്ന ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും, അല്ലെ? അപ്പോ 0 അവിടെയും വരുന്നുണ്ട്. അങ്ങനെ 0 എന്ന് പറഞ്ഞാൽ നോട്ട് എന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടെ റേഷൻ ഷോപ്പിൽ പോയ കുട്ടിക്ക് കെറോസിൻ അവിടെ ഇല്ലായിരുന്നു, എന്നിട്ട് കിട്ടിയില്ല. അന്നേരം 0 ക്വാണ്ടിറ്റി കിട്ടി എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ 1 ക്വാണ്ടിറ്റി കിട്ടി എന്ന് പറഞ്ഞാൽ ഫുള്ള്, അല്ലെ? ഇപ്പൊ 0 ക്വാണ്ടിറ്റി കിട്ടിയത്. ഇനി സംടൈംസ് അവിടെ കെറോസിൻ അവൈലബിൾ ആണ്, പക്ഷെ സഫീഷ്യന്റ് ഇല്ല. അന്നേരം ആ ഷോപ്പ് ഓണർ എന്ന് പറയും സഫീഷ്യന്റ് ഇല്ല, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാണ്. ആ ബോട്ടിൽ ഒരു ഹാഫ് ബോട്ടിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്റെ 1/4 വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്റെ 3/4 വേണമെങ്കിലും കൊടുക്കാം. അന്നേരം ഹാഫ് ബോട്ടിൽ കിട്ടാം, 1/4 ഓഫ് ദ ബോട്ടിൽ കിട്ടാം, 3/4 ഓഫ് ദ ബോട്ടിൽ കിട്ടാം. അപ്പൊ നമ്മുടെ ഈ റേഷൻ ഷോപ്പിൽ പോയ കുട്ടിക്ക് കെറോസിൻ കിട്ടിയതിന്റെ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് എന്ത് പറയാം? 1 കിട്ടാം എന്ന് പറഞ്ഞാൽ ഫുൾ ബോട്ടിൽ കിട്ടാം, 0 കിട്ടാം എന്ന് പറഞ്ഞാൽ കെറോസിൻ ഇല്ലായിരുന്നു, ഹാഫ്, അല്ലെ? അല്ലെങ്കിൽ 1/4 അല്ലെങ്കിൽ 3/4. അതായത് ഇതൊക്കെ അവിടുത്തെ ഒരു എന്താണ് മെഷർ ആണ്, അല്ലെ? കെറോസിന്റെ ആ ബോട്ടിൽ കിട്ടിയതിന്റെ മെഷറാണ്. അവിടെ ഞാൻ ലിറ്ററിന്റെ ബേസിലല്ല പറയുന്നത്, അവിടെ ആ കെറോസിൻ കിട്ടുന്നതിന്റെ ചാൻസിലാ പറയുന്നത്, അല്ലെ? 1 ബോട്ടിൽ കിട്ടാം, കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ 0 ആയി. ഹാഫ് ബോട്ടിൽ കിട്ടാം, 1/4 ഓഫ് ദ ബോട്ടിൽ കിട്ടാം, 3/4 ഓഫ് ദ ബോട്ടിൽ. ദീസ് ആർ ദ മെഷേഴ്സ് ദെയർ. ഇതുപോലെ നമ്മുടെ പ്രോബബിലിറ്റിയെയും നമുക്ക് ചില മെഷർമെന്റിൽ റെപ്രസെന്റ് ചെയ്യണം. ഇതിനാണ് പ്രോബബിലിറ്റിയെ നമുക്ക് മെഷർ ചെയ്യുന്നത്. ഇങ്ങനെ മെഷർമെന്റിൽ നമുക്ക് കമ്പയർ ചെയ്യാനൊക്കെയാണ്, അല്ലെ? പ്രഡിക്റ്റ് ചെയ്യാനും ഒക്കെയാണ്. ഇതിനൊക്കെ നമ്മൾ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ആർട്സ് ഡേയും സ്പോർട്സ് ഡേ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആർട്സ് ഡേക്ക് സ്റ്റേജിൽ വരുന്ന കുട്ടിയുടെ നെയിം ആണോ വിളിക്കുന്നത്? അല്ലല്ലോ, ചെസ് നമ്പറാ, ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. സ്പോർട്സില് അവിടെയും ചെസ് നമ്പറാ. ഈ ആർട്സിൽ ഗ്രൂപ്പ് ഐറ്റം വരുമ്പോഴേ അപ്പോഴും ഒരു ചെസ് നമ്പറാ, അല്ലെ? ഒരു ഗ്രൂപ്പിൽ മോർ ദാൻ 1 പേഴ്സൺസ് ഉണ്ട്, ബട്ട് ദേ ആർ അണ്ടർ 1 ചെസ് നമ്പർ. അതുപോലെ സ്പോർട്സിൽ നമ്മൾ വരുമ്പോൾ ഗെയിംസിൽ വരുമ്പോഴത്തേക്കും, അല്ലെ? ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ഇതിനൊക്കെ ഒരു ടീം, ആ ടീമിന് ഒരു ചെസ് നമ്പറാണ്. ഓൾ ദീസ് ആർ റെപ്രസെന്റഡ് ബൈ സം ന്യൂമറിക്കൽ വാല്യൂസ്. അപ്പോ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. അതുപോലെ നമ്മുടെ പ്രോബബിലിറ്റിയും ന്യൂമറിക്കൽ വാല്യൂസ് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റിയിൽ നമുക്ക് ഇഷ്ടമുള്ള ന്യൂമറിക്കൽ വാല്യൂസ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. പ്രോബബിലിറ്റിയെ അതിന്റെ ഫോർമുലയുടെ ബേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ കിട്ടുന്ന വാല്യൂസിന് ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് എന്താന്ന് വെച്ചാൽ ഫ്രം 0 to 1 മീൻസ് 0 ആകാം, 1 ആകാം, അല്ലെങ്കിൽ 0ക്കും 1നും ബിറ്റ്വീൻ ഉള്ളൊരു ന്യൂമറിക്കൽ വാല്യൂ ആകാം. ആരുടേത്? പ്രോബബിലിറ്റിയുടെ മെഷർ എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിയെന്ന. അതല്ല എങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും 1നെക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു ന്യൂമറിക്കൽ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അവിടെയും അപ്പോഴേ കൺഫേം ചെയ്തോണം കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോ പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എവിടെ നിന്ന് തുടങ്ങും? 0യിൽ സ്റ്റാർട്ട് ചെയ്യും. എവിടം വരെ പോവാം? 1 വരെ ചെല്ലാം. അന്നേരം ഈ 0 മുതൽ 1 വരെയുള്ള വാല്യൂസ് ആണ് നമ്മുടെ പ്രോബബിലിറ്റിക്ക് നമ്മൾ മെഷർ ആയിട്ട് അസൈൻ ചെയ്ത് ഇടുന്നത്. അത് നമ്മൾ പ്രോപ്പർ കാൽക്കുലേഷനകത്തൂടെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ആ കാൽക്കുലേഷനൊക്കെ നമുക്ക് പ്രോബ്ലത്തിനകത്ത് ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പൊ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു പ്രോബബിലിറ്റി, അല്ലെ? ഏതോ ഒരു ഈവന്റിന്റെ പ്രോബബിലിറ്റി ആയിക്കോട്ടെ, ആ പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എവിടെ സ്റ്റാർട്ട് ചെയ്യും? 0 to 1, അല്ലെ? 0 മുതൽ 1 വരെയുള്ള ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ നമ്പർ ആയിരിക്കാം. ഓക്കെ, സോ പ്രോബബിലിറ്റി ഈസ് numerically represented by a number from 0 to 1. Okay, then where 0 indicates impossibility and 1 indicate surety or certainty. ആ റേഷൻ ഷോപ്പിൽ പോയ കുട്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ? അവന് കെറോസിൻ കിട്ടിയില്ല. മാത്സിൽ നമ്മൾ എന്ത് ചെയ്യും? കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ 0 റെപ്രസെന്റ് ചെയ്യും, അല്ലെ? എക്സാമിന്
പെർഫോം ചെയ്തില്ല. കുറച്ചു മുമ്പ് ഞാൻ ഓൺലൈൻ എക്സാമിന്റെ കാര്യം പറഞ്ഞില്ലേ അല്ലെ? 7 o'clock ഓൺലൈൻ ക്വസ്റ്റ്യൻ നമ്മൾ ഗ്രൂപ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 7:05 ആകുമ്പോൾ നേരെ തിരിച്ച് റെസ്പോൺസ് തരിക. നോക്കുമ്പോൾ സ്കോറിന്റെ അവിടെ 0 ആണ്. അന്നേരം ഒന്നും സ്കോർ ചെയ്തില്ല അല്ലെങ്കിൽ നോ എന്ന് പറയുന്നതിന് നമ്മൾ 0 റെപ്രസെന്റ് ചെയ്യും. ഹിയർ 0 ഇൻഡിക്കേറ്റ് ഇമ്പോസിബിലിറ്റി ആൻഡ് 1 ഇൻഡിക്കേറ്റ് ഷുവർട്ടി അല്ലെങ്കിൽ സർട്ടനിറ്റി. കലണ്ടർ പറഞ്ഞപ്പോ നമ്മള് ജാനുവരിയിൽ 31 ഡേയ്സ് എന്ന് പറയാൻ ഷുവർ അല്ലേ? സോ അവിടെ പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയാൻ 1 ആയിരിക്കും. ഫെബ്രുവരിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു 30 ഡേയ്സ് ഇൻ ഫെബ്രുവരി, ചാൻസ് ഓഫ് 30 ഡേയ്സ് ഇൻ ഫെബ്രുവരി. കിട്ടുവോ? ഇല്ല, അങ്ങനെ ചാൻസ് ഇല്ല. അന്നേരം 0 റെപ്രസെന്റ് അല്ലെ? ഓക്കെ, അന്നേരം ഇവിടെയാണ് 0യും 1ന്റെയും റെപ്രസെന്റേഷൻ വരുന്നത്. ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അന്നേരം ഞാനിപ്പം ഒരു ഔട്ട്ലൈൻ ആയിട്ട് പറഞ്ഞത് പ്രോബബിലിറ്റിയുടെ വാല്യൂവിന്റെ വേരിയേഷൻ എവിടെ നിന്ന് എവിടം വരെയാണ്? 0 മുതൽ 1 വരെയുള്ള വേരിയേഷൻ ആയിരിക്കും. ഇനി 0 എന്തിനു റെപ്രസെന്റ് ചെയ്യുന്നു, 1 എന്തിനു റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമുക്ക് കൂടുതൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കി, അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഹയർ ആണെങ്കിൽ, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഹയർ ആണെങ്കിൽ, ഹയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1നോട് നിയർ ബൈ ആയിട്ട് വരുവാണെങ്കിൽ the chance is more there. So whenever the calculated value of the probability is high, the chance is high. Okay. Now we have to consider one thing, a random experiment. അല്ലെ? നമ്മൾ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോ അതിനകത്ത് കണ്ടൊരു ടേം ആയിരുന്നു റാൻഡം എക്സ്പെരിമെന്റ്. സാധാരണ നമ്മള് ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്രമേ ഉള്ളൂ എക്സ്പെരിമെന്റ് എന്നാ വിചാരിക്കുന്നത് അല്ലെ? ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും മാത്രമല്ല എക്സ്പെരിമെന്റ് ഉള്ളത്, നമുക്കും എക്സ്പെരിമെന്റ് ഒക്കെ ഉണ്ട് അല്ലെ? നമ്മളും എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട് അല്ലെ? എന്നിട്ട് തന്നെ റാൻഡം എക്സ്പെരിമെന്റ്. റാൻഡം എന്ന് പറഞ്ഞാല് അവിടെ വേറെ ബയാസ് ഒന്നുമില്ല, ഒരു ബയാസും ഇല്ല, കൃത്രിമമായിട്ടൊന്നും ചെയ്യില്ല. നമ്മളൊരു കോയിൻ എടുത്ത് ടോസ് ചെയ്യുന്നു, റാൻഡം എക്സ്പെരിമെന്റ് ആണ്. അതൊരു എക്സ്പെരിമെന്റ്. എന്ത് എക്സ്പെരിമെന്റ് അവിടെ ചെയ്യുന്നത്? നമ്മള് കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിന് ഔട്ട്പുട്ട് കിട്ടും. നിങ്ങൾക്ക് ഫിസിക്സിൽ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കിട്ടത്തില്ലേ? കെമിസ്ട്രിയുടെ എക്സ്പെരിമെന്റ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ലേ? അതുപോലെ ഈ കോയിൻ ടോസ് ചെയ്യുമ്പോഴും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ആരൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നത്? അവിടെ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും അല്ലെ? അന്നേരം റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ബയാസ് ഒന്നുമില്ലാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയാം. ഓക്കെ, സോ a random experiment is an experiment or a process for which the outcomes cannot be predicted with a certainty, means with a surety. നമ്മൾ ചെയ്യുന്ന ഈ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഷുവർ ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് അല്ലെ? അതിന്റെ എക്സാമ്പിൾ ഏതാ പറയുന്നത്? ടോസിങ് എ കോയിൻ അല്ലെ? കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ഹെഡ് കിട്ടുമെന്ന്, അല്ലെങ്കിൽ ടെയിൽ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. ഔട്ട്കത്തിനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഔട്ട്കത്തിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. റാൻഡം എന്ന് പറയുന്ന ടേം മനസ്സിലാക്കണം. ഈ ടേം എല്ലാം മനസ്സിലാക്കണം കേട്ടോ. ഈ റാൻഡം എക്സ്പെരിമെന്റ് നമ്മൾ 10ൽ മാത്രമല്ല കേൾക്കുന്നത്, +1 കേൾക്കും, +2 കേൾക്കും, പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ ഈ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി എവിടെയൊക്കെ ഡിസ്കസ് ചെയ്യുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ വേർഡ് കേൾക്കാൻ പറ്റും, റാൻഡം എക്സ്പെരിമെന്റ്. എന്നാൽ റാൻഡം എക്സ്പെരിമെന്റ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, ഒരു ബയാസും ഒരു കൃത്രിമത്വവും കാണിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് റോളിംഗ് എ ഡൈ. ആ ഡൈ നമ്മള് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്നതല്ലേ, ആ ഡൈ നമ്മള് റോൾ ചെയ്യുന്നു. അതൊരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 1 കിട്ടുമോ, 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ, 6 ആണോ, എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചാൻസേ പറയാൻ പറ്റും അല്ലെ? അപ്പോ ഈ റാൻഡം എക്സ്പെരിമെന്റ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, there are 2 types of experiment we are considering in this chapter. One experiment ആണ് നമ്മളിപ്പോ പറഞ്ഞത്, tossing a coin or rolling a die. ഒരു കോയിൻ മാത്രം ടോസ് ചെയ്യും അല്ലെങ്കിൽ ഒരു ഡൈ മാത്രം നമ്മൾ റോൾ ചെയ്യും. ഇനി വൺ ഹാൻഡിൽ കോയിൻ ഉണ്ട്, അനദർ ഹാൻഡിൽ ഡൈ ഉണ്ട് അല്ലെ?
കോയിൻ ത്രോ ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഈ ഡൈ റോൾ ചെയ്യും. സി 2 ആക്ടിവിറ്റീസ് അറ്റ് എ ടൈം. 2 ആക്ടിവിറ്റിയാണ്. കോയിൻ ടോസ് ചെയ്യുന്നുണ്ട്, ഡൈ റോൾ ചെയ്യുന്നത്. രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. അതാണ് ഒരു എക്സ്പെരിമെന്റ്. അത് പേഡാ. ഇവിടുത്തെ കോയിൻ മാത്രം അല്ലെങ്കിൽ ഡൈ മാത്രം എന്ന് പറയുമ്പോൾ അത് സിംഗിൾ എക്സ്പെരിമെന്റ് ആണ്. ഈ 2 സിംഗിൾ എക്സ്പെരിമെന്റിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ അത് പെയ്ഡ് ആണ്. അതിനാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഈ കോയിനും ഡൈയും അറ്റ് എ ടൈം ഒരുമിച്ച് നമ്മൾ കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ എന്റെ ഈ ഹാൻഡില് ഒരു കോയിൻ ഉണ്ട്, ഈ ഹാൻഡില് അടുത്തൊരു കോയിൻ ഉണ്ട്. 2 കോയിൻ ടോസ്ഡ് വൺസ്. 2 കോയിനും ഒരുമിച്ച് ടോസ് ചെയ്യും. അപ്പോഴും എനിക്ക് ഔട്ട്പുട്ട് അവിടെ കിട്ടും അല്ലെ? എന്തൊക്കെ ഔട്ട്പുട്ട് വരും? ഫസ്റ്റ് കോയിലിൽ ഹെഡ് വരാം, അപ്പോ സെക്കൻഡ് കോയിലും ഹെഡ് വരാം. ഇനി ഫസ്റ്റ് കോയിലിൽ ഹെഡ് ആയിരുന്നപ്പോഴത്തേക്ക് സെക്കൻഡ് കോയിലിൽ വേണമെങ്കിൽ ടെയിൽ ആകാം. ഇനി ഫസ്റ്റ് കോയിലിൽ ടെയിൽ വരാം, അപ്പോ സെക്കൻഡ് കോയിലിൽ ഹെഡ് വരാം. ഫസ്റ്റ് കോയിലിലെ ടെയിലിനോടൊപ്പം സെക്കൻഡ് കോയിലിലും ടെയിൽ വരാം അല്ലെ? അങ്ങനെ ഡിഫറെന്റ് പോസിബിലിറ്റീസ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ അതെല്ലാം പെയറുകളാണ്. പെയർ ആകുന്ന എപ്പോഴാണ്? 2 സിംഗിൾ എക്സ്പെരിമെന്റ്സിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു എക്സ്പെരിമെന്റ്, ഒരു റാൻഡം എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് പെയ്ഡ് ആവുന്നത്. നമ്മുടെ ഈ ചാപ്റ്ററിൽ ഈ 2 ടൈപ്സ് ഓഫ് എക്സ്പെരിമെന്റ് നമ്മൾ ഫേസ് ചെയ്യും. സിംഗിൾ എക്സ്പെരിമെന്റ് ഉണ്ട്, പെയ്ഡ് ഉണ്ട്. പെയ്ഡ് ആകുമ്പോൾ ഗ്രൂപ്പിൽ എടുക്കണം. ഓരോന്നിനും അല്ലെ പറയില്ലേ? ഹെഡ് ഹെഡ് എച്ച് എച്ച്, ഹെഡ് ടെയിൽ എച്ച് ടി അല്ലെ? ഗ്രൂപ്പ് ചെയ്താകുന്ന. അതുപോലെ തന്നെ നമ്മുടെ ഈ കോയിനും ആ ഡൈയും കൂടെ ഒരുമിച്ച് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാണ്. കോയിൻ ടോസ് ചെയ്തു, ഡൈ റോൾ ചെയ്തു. എന്തൊക്കെ പോസിബിലിറ്റി വരാം? കോയിനകത്ത് ഹെഡ് വരുമ്പോൾ നമ്മുടെ ഡൈക്കകത്ത് 1 വന്നൂടെ? എച്ചും 1 ആവാം. അല്ലെങ്കിൽ എച്ചും 2 ആയിക്കൂടെ? എച്ചും 3 ആയിക്കൂടെ? എച്ചും 4 ആകാം, എച്ചും 5 ആകാം, എച്ചും 6 ആകാം. അല്ലെങ്കിൽ നമ്മുടെ കോയിനകത്ത് ടെയിലാ വീണേന്ന് വെച്ചു. അപ്പൊ എന്തോരും? ടെയിലും ഡൈക്കകത്ത് 1 ആണെങ്കിൽ ടിയും 1ഉം, ഡൈക്കകത്ത് 2 ആണെങ്കിലോ ടിയും 2, T3, T4, T5, T6. സി ദീസ് ആർ പെയേഴ്സ്. കാരണം ഫസ്റ്റിനകത്ത് ഒരെണ്ണം ഔട്ട്പുട്ടും സെക്കൻഡിന്റെ ഔട്ട്പുട്ടും എടുത്ത് നമ്മൾ പെയർ ഫോം ചെയ്യും. അന്നേരം 2 types of experiment we are considering in this chapter. One single experiment and another one paired. അല്ലെ? Both are random experiment. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബയാസും അതിനകത്ത് ചെയ്യരുത്. വളരെ സിൻസിയർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി അടുത്തൊരു ടൈം നോക്കാം, സാമ്പിൾ സ്പേസ്. അപ്പൊ ഈ റാൻഡം എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുമെന്ന് പറഞ്ഞല്ലോ അല്ലെ? കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും? ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. ഓക്കെ, ഈ ഹെഡിനെയും ടെയിലിനെയും, അതായത് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റിന്റെ ഔട്ട്പുട്ട് വരുന്ന എല്ലാവരെയും കൂടെ കളക്ട് ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മൾ എന്താ പറയുന്നത്? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിൾ സ്പേസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സാമ്പിൾ സ്പേസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ S of a random experiment is the collection of all possible outcomes in an experiment. Means in a random experiment. അന്നേരം ഒരു റാൻഡം എക്സ്പെരിമെന്റിനകത്ത് എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് വരാമോ ആ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്പുട്ടുകളെയും കളക്ട് ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ടേം പറഞ്ഞു തരുന്നത് ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ പറഞ്ഞത്. പ്രോബബിലിറ്റി എന്ന് പറയുന്നതിന്റെ ബേസ് ഇതാണ്. ഈ ബേസ് തന്നെയാണ് നിങ്ങൾ ഇനി PGയിൽ പോയി അല്ലെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോഴും പ്രോബബിലിറ്റി നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി പ്രോബബിലിറ്റിയുടെ ബേസ് ഇത് തന്നെയാണ് അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ചില ടേംസ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അത്തരം സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റിന്റെ ഔട്ട്പുട്ടായിട്ട് ആരൊക്കെ വരാവുന്നവരെല്ലാം കൺസിഡർ ചെയ്തോണം. ഇപ്പം ഒരു കോയിൻ ത്രോ ചെയ്തിട്ട് ഹെഡേ വരത്തുള്ളൂ സാറേ, ടെയിൽ വരത്തില്ല എന്ന് പറയരുത്. ഒരു കോയിൻ ടോസ് ചെയ്താൽ വളരെ സിൻസിയർ ആയിട്ട് നിങ്ങൾ പറയണം എന്തൊക്കെ വരാം. ഹെഡ് വരാം, ടെയിൽ വരാം. അപ്പോ ഹെഡും ടെയിലും ആണ് ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊരു ഡൈ നമ്മൾ റോൾ ചെയ്യുകയാണ് അല്ലെ? ആ ഡൈ റോൾ ചെയ്യുമ്പോൾ അതിന്റെ സാമ്പിൾ സ്പേസ് ആരൊക്കെയാ? അപ്പൊ ഡൈ റോള് ചെയ്താൽ ആരൊക്കെ കിട്ടും അല്ലെ? 1 വരാം, 2 വരാം, 3 വരാം, 4, 5, 6. ഇതിൽ ആര് വേണമെങ്കിലും വരാം. അപ്പോൾ ഇവരെ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ്
നമ്മൾ ഇതിന്റെ ഡൈയുടെ സാമ്പിൾ സ്പേസ് ആയിട്ട് പറയുന്നത് അല്ലെ. സോ സാമ്പിൾ സ്പേസ് ഫോർ റോളിംഗ് എ സിംഗിൾ ഡൈ എന്ന് പറയുന്നത് ഏതൊക്കെയാ? 1, 2, 3, 4, 5 ആൻഡ് 6. അന്നേരം എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് മനസ്സിലായല്ലോ. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് മനസ്സിലായല്ലോ. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബയാസും ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രോസസ്സിനെയും ഏതൊരു ആക്ടിവിറ്റിയെയും നമുക്ക് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയാം. ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോയിൻ ത്രോ ചെയ്യുന്നതാവാം, ഡൈ റോൾ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു ബോക്സിനകത്ത് കുറെ കളേർഡ് ബോൾസ് കിടപ്പുണ്ട് അല്ലെ. റെഡ് കളറും ഉണ്ട്, ഗ്രീൻ കളറും ഉണ്ട്. ആ ബോക്സിൽ നിന്നൊരു ബോൾ എടുക്കുന്നതാവാം. ഓക്കെ, എന്ത് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ആ എക്സ്പെരിമെന്റിന്റെ ഔട്ട്പുട്ട് വരാൻ ചാൻസ് ഉള്ള എല്ലാവരെയും കളക്ട് ചെയ്യുമ്പോഴാണ് അതിനെ സാമ്പിൾ സ്പേസ് എന്നും പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ ഓർമ്മയുണ്ടല്ലോ. എന്തായാലും നമ്മൾ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞത് പ്രോബബിലിറ്റി ഈസ് ദ മെഷർ ഓഫ് ഹാപ്പനിങ് ഓഫ് ആൻ ഈവന്റ് which is associated with a random experiment. ഇതാണ് നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു വെച്ചത്. അപ്പൊ റാൻഡം എക്സ്പെരിമെന്റ് എന്താന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ ഈ പ്രോബബിലിറ്റിയുടെ ഡെഫിനേഷൻ പറഞ്ഞു നമുക്കൊരു ടു ടേംസ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഈവന്റ് എന്ന് പറയുന്ന ടേമും ഉണ്ട്, ഒരു റാൻഡം എക്സ്പെരിമെന്റും ഉണ്ട്. റാൻഡം എക്സ്പെരിമെന്റ് നമുക്ക് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഈവന്റ് എന്ന് അല്ലെ. സോ ഈവന്റ് എന്താന്ന് നോക്കാം. ഈവന്റ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ സ്പേസ് നമ്മളിൽ ഇരിപ്പുണ്ടല്ലോ. ഏതാണ്? നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ ഔട്ട്പുട്ടായിട്ട് കിട്ടിയ എല്ലാവരെയും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ആ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നിനെയും നമുക്ക് ഈവന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിനകത്ത് കോമൺ ആയിട്ടൊരു നേച്ചർ വരുന്ന ഗ്രൂപ്പിന് നമുക്കൊരു ഈവന്റ് എന്ന് പറയാം. ഈവന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ പ്രോബബിലിറ്റി ആൻഡ് ഈവന്റ് ഈസ് ആൻ ഔട്ട്കം ഓർ ഡിഫൈൻഡ് കളക്ഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. സിംഗിൾ ആകാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ആവാം ഓഫ് ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. അപ്പോ ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഓരോ ഔട്ട്പുട്ടിനെയും നമുക്ക് ഈവന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഈ റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന ആ ഗ്രൂപ്പിനകത്തെ കോമൺ ഏതെങ്കിലും ഒരു റൂൾ ഒബേ ചെയ്യുന്ന ഗ്രൂപ്പ്, അതിനെ നമുക്കൊരു ഈവന്റ് എന്ന് കൺസിഡർ ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഗെറ്റിംഗ് ഹെഡ് വെൻ എ കോയിൻ ഈസ് ടോസ്. നമുക്കറിയാം, ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടും? സാമ്പിൾ സ്പേസ് എന്താ കിട്ടുന്നത്? ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. അപ്പോ ഹെഡ് ഉണ്ട്, ടെയിൽ ഉണ്ട്. അതിനകത്ത് ഹെഡ് എന്ന് പറയുന്നത് ഒരു ഈവന്റ് ആണ്. ഇനി ടെയിൽ വേറൊരു ഈവന്റ് ആയിട്ട് പറയാം അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡൈ റോൾ ചെയ്യുമ്പോൾ ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ വെൻ എ ഡൈ ഈസ് റോൾഡ്. ഡൈ റോൾ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ 1, 2, 3, 4, 5, 6. അതിനകത്ത് ഓഡ് നമ്പേഴ്സ് വരുന്ന ഗ്രൂപ്പ് ഏതാ? 1, 3, 5. ആ ഗ്രൂപ്പ് ഒരു ഈവന്റ് ആണ് അല്ലെ. ഈവന്റ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ആരാ? റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന ഒരാളെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ, കോമൺ നേച്ചർ ഉള്ള ഒരു ഗ്രൂപ്പിനെയോ നമുക്ക് പറയുന്ന പേരാണ് ഈവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മറന്നു വരുത്. ഈ ഈവന്റും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ, ഇതാ 10th അല്ല, 10th കഴിഞ്ഞ് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഈ ടേം കേൾക്കും. അപ്പോ ഈവന്റ് എന്താന്ന് അന്ന് പഠിക്കുന്നതിനേക്കാളും ആ ഈവന്റ് എന്ന് അന്ന് കേൾക്കുമ്പോഴും നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾ ഓർമ്മ വരണം. എന്താ ഈവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന ഓരോ ആളിനെയും നമുക്ക് ഈവന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ആ ഔട്ട്പുട്ടായിട്ട് വരുന്നതിനകത്തെ കോമൺ നേച്ചർ ഉള്ള ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഈവന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടിനും എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു. കോയിൻ ടോസ് ചെയ്യുമ്പം ഹെഡ് കിട്ടുന്നത് ഒരു ഈവന്റ് ആണ്. അതുപോലെ ടെയിൽ കിട്ടുന്നത് വേറൊരു ഈവന്റ് ആണ്. അതുപോലെ ഡൈ റോൾ ചെയ്യുമ്പോൾ ഓഡ് നമ്പർ കിട്ടുന്നത് ഒരു ഈവന്റാ. അതിനകത്ത് ആരൊക്കെ വരും? 1, 3, 5. ഈവൻ നമ്പർ കിട്ടുന്നത് വേറൊരു ഈവന്റാ. 2, 4, 6 കിട്ടത്തില്ലേ? 2, 4, 6. ഇനി നമ്പർ ഗ്രേറ്റർ ദാൻ 4 ഡൈ റോൾ ചെയ്യുമ്പോൾ ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 4 എന്ന് പറയുന്നത്, ഗ്രേറ്റർ ദാൻ 4 എന്ന് പറഞ്ഞാൽ ആര് വരും? 5ഉം 6 അല്ലെ. ആ 5ഉം 6ഉം കൂടെ ചേരുന്ന ഒരു ഈവന്റാ. അപ്പോ റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന ഓരോന്നിനെയും നമുക്ക് ഈവന്റ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഗ്രൂപ്പുകളെ നമുക്ക് ഈവന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഈ ഈവന്റ് തന്നെ അറ്റ് പ്രസന്റ് നമുക്ക് 2 ടൈപ്പിൽ എടുക്കാം. ഏതാ? ഷുവർ ഈവന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാ. ആ കലണ്ടറിന്റെ കേസില് ജാനുവരി ഷുവർ ആന്ന് പറഞ്ഞല്ലേ, 31 ഡേയ്സ് അല്ലെ. അന്നേരം ഷുവർ ഈവന്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആൻ ഈവന്റ് ഈസ് എ ഷുവർ ഈവന്റ്
if it always happen, there is no doubt of happening that event. ഒരു ഈവന്റ് ഹാപ്പൻ ചെയ്യുമെന്നുള്ളതിന് ഒരു ഡൗട്ടുമില്ല. ഷുവർ ആണെങ്കിൽ അത്തരം ഈവന്റ്സിനെയാണ് നമ്മൾ ഷുവർ ഈവന്റ്സ് എന്ന് പറയുന്നത്. ഇനി ആ ഷുവർട്ടി എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. ഒരു ഈവന്റ് ഹാപ്പൻ ചെയ്യുന്നുള്ളത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല. ആ ഈവന്റിനെ ബേസ് ചെയ്ത് ഈ ലോകത്തുള്ള ആരൊക്കെ വന്നാലും ആ ഒപ്പീനിയൻ തന്നെ ആയിരിക്കണം. എല്ലാവരും പറയണം അത് അങ്ങനെ തന്നെയാണ്, അല്ലെ, ഷുവർ ആയിട്ട് അത് ഹാപ്പൻ ചെയ്യും എന്ന്. ഈ വേൾഡിലുള്ള എല്ലാവരും എവിടെ നിന്ന് ഏത് കോർണറിൽ നിന്ന് ഒരാൾ വന്നാലും അതിനെ ബേസ് ചെയ്ത് പറയേണ്ട ഒപ്പീനിയൻ ഇങ്ങനെ ആയിരിക്കണം. ഡെഫിനറ്റ്ലി ഷുവർലി ഇറ്റ് വിൽ ഹാപ്പൻ എന്ന് പറയണം. അങ്ങനെ ഒരു ഈവന്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് ഷുവർ ഈവന്റ് എന്ന് പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ജാനുവരിയിലെ 31 ഡേയ്സിനെ ജാനുവരി എന്ന് പറയുന്നത് ഷുവർ ഈവന്റ് ആന്ന് പറഞ്ഞത്, അല്ലെ. ഈ വേൾഡിലെ ഏത് കോർണറിൽ നിന്ന് ഒരാൾ വന്നാലും ചാൻസ് ഓഫ് ഗെറ്റിംഗ് 31 ഡേയ്സ് ഇൻ ജാനുവരി എന്ന് പറയുന്നതിനകത്ത് ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവുമോ? ആർഗ്യുമെന്റ് ഉണ്ടാവത്തില്ലല്ലോ. ആൾ വിൽ സപ്പോർട്ട്. എല്ലാവരും അത് സമ്മതിക്കും. അങ്ങനെ സമ്മതിക്കുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ നമുക്ക് ഷുവർ ഈവന്റ് എന്ന് പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം അതിനകത്ത്. See here, when a two-headed coin is tossed, getting head is sure event. എന്താ two-headed coin എന്നറിയാമോ? നോർമൽ കോയിനകത്ത് ഹെഡും ടെയിലും ആണ്, അല്ലെ. two-headed coin, both sides are head. അങ്ങനെ ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഷുവർ വി വിൽ ഗെറ്റ് ഹെഡ് there. സംശയമുണ്ടോ? സംശയമില്ലല്ലോ. ഒരു കോയിനിന്റെ ബോത്ത് സൈഡിലും ഹെഡ് തന്നെയാണെങ്കിൽ ആ കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് അല്ലാതെ വേറെ ഒന്നും കിട്ടില്ല. സോ ഗെറ്റിംഗ് ഹെഡ് ഓൺ ദാറ്റ് കോയിൻ ഇസ് എ ഷുവർ ഈവന്റ്. സി, നൾ ഈവന്റ് ഓർ ഇംപോസിബിൾ ഈവന്റ്. എന്താണ് നൾ അല്ലെങ്കിൽ ഇംപോസിബിൾ ഈവന്റ്? നോർമലി നമുക്ക് ഇവിടെ കാണുമ്പോൾ ഇമ്പോസിബിൾ ഈവന്റ് എന്നാ കാണുന്നത്, അല്ലെ. ഇതിന് നൾ ഈവന്റ് എന്ന് പറയും. ഇതൊക്കെ ഞാൻ പറയും, ഞാനൊരു 10th മാത്രം നിങ്ങളെ ഒതുക്കുകയല്ല. കാരണം ഞാൻ പറഞ്ഞു ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഹയർ ക്ലാസ്സുകളിലൊക്കെ ബേസ് ഇതാണ്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല മാത്തമാറ്റിക്കൽ ടേംസും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അന്നേരം ഇമ്പോസിബിൾ ഈവന്റ് അല്ലെങ്കിൽ നൾ ഈവന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെബ്രുവരിയുടെ ഡിസ്കഷൻ നടത്തിയില്ലേ, അല്ലെ. 30 days ഇൻ എ മന്ത് ഫെബ്രുവരി പോസിബിൾ ആണോ? ഇമ്പോസിബിൾ അല്ലേ? അന്നേരം അതാണ് അവിടുത്തെ ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പോസിബിൾ, അതായത് ഷുവർ ഈവന്റ് പറഞ്ഞ പോലെ ഈ വേൾഡിലെ ഏത് കോർണറിൽ നിന്ന് ഒരാൾ വന്നാലും അത് ഇമ്പോസിബിൾ ആണെന്ന് പറയണം, അല്ലെ. അങ്ങനെ ഇമ്പോസിബിലിറ്റി പറയുവാണെങ്കിൽ ആ ഈവന്റിനെ നമുക്ക് ഇമ്പോസിബിൾ ഈവന്റ് എന്ന് പറയാൻ പറ്റും. ജസ്റ്റ് നമുക്ക് ഒരു ചെറിയ ഡെഫിനിഷൻ അതിനെ പറയാൻ പറ്റുന്ന ഇതാണ്. An impossible event is an event that cannot be happened. ഓർത്തു വെക്കേണ്ടത് ഫെബ്രുവരിയിൽ 30 days. അനദർ വൺ എക്സാമ്പിളോടെ പറയാം. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തല്ലോ two-headed coin, അല്ലെ. സോ വെൻ എ two-headed coin is tossed, getting tail is impossible event, അല്ലെ. നമ്മുടെ കോയിന്റെ ബോത്ത് സൈഡ്സില് ഹെഡ് പഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോയിൻ ടോസ് ചെയ്താൽ ടെയിൽ കിട്ടുമോ? നെവർ, ഇറ്റ് വിൽ നോട്ട് ഗെറ്റ്. വേൾഡില് ഏത് കോർണറിൽ നിന്ന് ആരും എന്ന് നോക്കിയാലും ഈ കോയിൻ കണ്ടിട്ട് പറയും, അല്ലെ, ബോത്ത് സൈഡ്സിലെ ഹെഡ് ആണെങ്കിൽ പറയും വി വിൽ നോട്ട് ഗെറ്റ് എ ടെയിൽ when this coin is tossed there. Then getting a tail when a two-headed coin is tossed is an impossible event. അല്ലെ, അന്നേരം two-headed coin എന്ന് പറയുന്നത് ടോസ് ചെയ്താൽ ടെയിൽ കിട്ടില്ല എന്ന് ഉറപ്പാണ്. അന്നേരം ആ ടെയിൽ കിട്ടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഫെബ്രുവരിയുടെ കേസിൽ നമ്മൾ പറഞ്ഞു ഫെബ്രുവരിയിൽ 30 days എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണെന്നും പറഞ്ഞു. അതുപോലെ വേറൊരു എക്സാമ്പിളോടെ പറഞ്ഞുതരാം. See, getting a number 7 when a dice is rolled. കിട്ടുമോ? കിട്ടുമോ? അവിടെ ഒരു ഡൈ നമ്മൾ റോൾ ചെയ്യാം. ഒരു ഡൈ ഇങ്ങനെ റോൾ ചെയ്തിട്ട് പറയുന്നത് 7, ആ ഡൈയിൽ നിന്ന് 7 കിട്ടുമോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അന്നേരം അതിന്റെ ചാൻസ് ചോദിച്ചാൽ ദർ ഇസ് നോ ചാൻസ്. ഒരു ഡൈ റോൾ ചെയ്തിട്ട് 7 കിട്ടാനുള്ള ചാൻസ് ചോദിച്ചാൽ ദർ ഇസ് നോ ചാൻസ്. നോ ചാൻസ് മീൻസ് 0. അതാണ് നമ്മുടെ പ്രോബബിലിറ്റിയുടെ മെഷർ പറയുന്നത്, 0. അങ്ങനെ ഒരു ചാൻസ് ഇല്ല എങ്കിൽ അത് 0 ആണ്. അതുപോലെ ഫെബ്രുവരിയിൽ നമ്മൾ 30 days പറഞ്ഞു. ചാൻസ് എന്താണ്? ദർ ഇസ് നോ ചാൻസ് ദെയർ, സോ 0. അതുപോലെ നമ്മൾ two-headed coin ടോസ് ചെയ്തിട്ട് ടെയിൽ കിട്ടുന്നത് ചാൻസ് ചോദിച്ചാൽ അന്നേരം അവിടെ ചാൻസ് എന്താണ്? ചാൻസ് 0. അന്നേരം നൾ ഈവന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇമ്പോസിബിൾ ഈവന്റ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ സച്ച് ആൻ ഈവന്റ്, അല്ലെ. ഇറ്റ് വിൽ നോട്ട് ബി ഹാപ്പൻ ദെയർ.
അങ്ങനെ വരുന്ന ഈവന്റ്സിനെയാണ് നമ്മൾ നൾ ഈവന്റ് അല്ലെങ്കിൽ ഇമ്പോസിബിൾ ഈവന്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ പ്രോബബിലിറ്റി എപ്പോഴും 0 ആയിരിക്കും. ഷുവർ ഈവന്റിന്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. അപ്പോ പ്രോബബിലിറ്റിയുടെ മെഷറിനകത്ത് 2 വാല്യൂസ് നമുക്കിപ്പം ഫിക്സ് ചെയ്തു. ഷുവർ ഈവന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി 1ഉം ഇമ്പോസിബിൾ ഈവന്റ് അല്ലെങ്കിൽ നൾ ഈവന്റ് ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. ഇനി ഇതിന്റെ ബിറ്റ്വീൻ ആകുമ്പോഴാണ് 0ക്കും 1നും ബിറ്റ്വീൻ വരുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ അതിന്റെ മെഷറായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത്രയാണ് അറ്റ് പ്രസന്റ് ബേസിക് ആയിട്ട് എനിക്ക് പ്രോബബിലിറ്റിയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഐഡിയ. ഇതൊന്നും തീരില്ല, ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ പ്രോബബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് എങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതുവരെ നമ്മൾ പ്രോബബിലിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്ത അല്ലെ, എന്താണ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ എന്താണ് ചാൻസ് അല്ലെ, എന്താണ് റാൻഡം എക്സ്പെരിമെന്റ്, ഇങ്ങനെ കുറെ ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഈ മെഷർമെന്റ് വേണ്ടേ അല്ലെ, പ്രോബബിലിറ്റിയെ മെഷർ ചെയ്യണമല്ലോ. അതിന്റെ വാല്യൂസ് ഒക്കെ എവിടെ വരെ വരും നമുക്ക് അറിയാം. പ്രോബബിലിറ്റിയുടെ വാല്യൂ എവിടെ നിന്ന് എവിടെ വരെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഉണ്ട്. ഇനി അത് എങ്ങനെ മെഷർ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളതാണല്ലോ നോക്കേണ്ടത്. ഓക്കെ, അത്തരം പ്രോബബിലിറ്റി മെഷർ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. അതിന് നോക്കിയേ, സിംഗിൾ എക്സ്പെരിമെന്റിന്റെ ആയാലും പെയ്ഡ് ആയാലും ഓക്കെ, നമുക്ക് വേറെ ടൈപ്പോട് അതിന്റെ ജോമെട്രിക്കൽ ഉണ്ട് അല്ലെ. ഇത്തരം സിംഗിൾ എക്സ്പെരിമെന്റ് ഉണ്ട്, പെയ്ഡ് ഉണ്ട്, ജോമെട്രിക്കൽ ഉണ്ട്. ഏത് ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റിയുടെ എക്സ്പെരിമെന്റ് ആയാലും ഏത് ടൈപ്പ് ആയാലും പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒറ്റ ഫോർമുലയുടെ ബേസിലാണ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് ഈക്വൽ ടു ഫേവറബിൾ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. എന്താണ് സാമ്പിൾ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ആ സാമ്പിൾ സ്പേസിൽ വരുന്ന ഓരോ ആളിനെയും നമ്മൾ പറയുന്നതാണ് സാമ്പിൾ പോയിന്റ്. ഇപ്പൊ കോയിൻ നമ്മൾ ടോസ് ചെയ്തില്ലേ, കോയിൻ ടോസ് ചെയ്യുമ്പോൾ ആരെയൊക്കെ കിട്ടും? ഹെഡും കിട്ടും, ടെയിലും കിട്ടും അല്ലെ. അപ്പൊ ഹെഡിനെയും നമ്മൾ സാമ്പിൾ പോയിന്റ് എന്ന് പറയും, ടെയിലിനെയും സാമ്പിൾ പോയിന്റ് എന്ന് പറയും. ഇനി ഡൈ റോള് ചെയ്യും. ഡൈ റോള് ചെയ്യുമ്പോൾ ആരൊക്കെ കിട്ടും? 1, 2, 3, 4, 5 and 6. ഈ ഓരോ നമ്പറിനെയും നമ്മൾ പറയുന്ന സാമ്പിൾ പോയിന്റ് എന്നാണ്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് ഈക്വൽ ടു ഫേവറബിൾ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഇഫ് ഇ ഈസ് ആൻ ഈവന്റ്, then probability of E is, E എന്ന് പറയുന്നത് ഈവന്റ് ആണ്. നമ്മൾ നെയിം ചെയ്യാണ് ആ ഒരു ഈവന്റ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഗെറ്റിംഗ് ഓഡ് നമ്പർ when a die is rolled 1, 3, 5. അതിനെ E എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്താണ്. അപ്പോൾ അവിടെ പ്രോബബിലിറ്റി P ഓഫ് E എന്ന് പറയുന്നത് ഫേവറബിൾ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് ഓഫ് E ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോളാം. നമുക്ക് ഒരു ഈവന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു നോട്ടും ഉണ്ട്. പ്രോബബിലിറ്റി ആൻഡ് ഈവന്റ് പ്ലസ് പ്രോബബിലിറ്റി നോട്ട് ദ ഈവന്റ് ഈക്വൽ ടു 1. മനസ്സിലാക്കണം, ഇതും പ്രോബബിലിറ്റിയുടെ ബേസിൽ ഒരു ഐഡിയ ആണ്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ദ ഈവന്റ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി പ്രോബബിലിറ്റി ഓഫ് ഷുവർ ഈവന്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്താണ്. പ്രോബബിലിറ്റി ഓഫ് ഇമ്പോസിബിൾ ഈവന്റ് 0യും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതുപോലെ തന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തെടുക്കാം. ഒരു റാൻഡം എക്സ്പെരിമെന്റിനകത്ത് ഈവൻസുകളുടെ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ സം ചെയ്താൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗീവ് എ നമ്പർ ഡിജിറ്റ് 1. മീൻസ് ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് വൺ റാൻഡം എക്സ്പെരിമെന്റ് ഈക്വൽ ടു 1. ഓക്കെ, അന്നേരം ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. അത് ഒരു കോയിന്റെ ആയിക്കോട്ടെ, ഡൈയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ബോൾസ് എടുക്കുന്ന ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഒരു റാൻഡം എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രോബബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്താൽ ആ പ്രോബബിലിറ്റീസ് ഡിഫറെന്റ് ഈവന്റ്സ് ആണ്. ആ ഡിഫറെന്റ് ഈവന്റ്സിന്റെ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ നമ്മൾ സം ചെയ്തെടുത്താൽ ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. പ്രോബബിലിറ്റി ഇനി എവിടെ പോയി ചോദിച്ചാലും പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് എന്താന്ന് ചോദിച്ചാൽ ഫേവറബിൾ ബൈ ടോട്ടൽ. ഞാനിവിടെ ലെന്തി ആയിട്ടൊക്കെ ഫോർമുല എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത്രയും എഴുതി വെച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് ഈക്വൽ ടു ഫേവറബിൾ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഈ ഫേവറബിൾ നമ്പർ എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ ഈവന്റിനകത്തുള്ള അല്ലെ, നമ്മൾ ഏത് ഈവന്റ് ആണോ കൺസിഡർ ചെയ്യുന്നത് ആ ഈവന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട് ഡിവൈഡഡ് ബൈ ആ റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ടോട്ടൽ എത്ര പേരവിടെ ഉണ്ട്
ദാറ്റ്. എനിവേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് ഇട്ടതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.